പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളം സന്ദർശിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലെ ക്ഷണം സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ കൊഴുക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയെയാണ് ഇത്തരം ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതെന്നും അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അല്ലെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. മുഖ്യമന്ത്രിയെ ഞങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മരുമകനെയും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും എല്ലാവരെയും വിളിക്കണമെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒപ്പം ആര് വരണമെന്ന് മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കട്ടെ. തിരഞ്ഞെടുപ്പിന് ഇനി 30 ദിവസങ്ങളുണ്ട്. CPM വിവാദങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. 30 ദിവസം കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രി ആകില്ലെന്നും റിയാസ് മന്ത്രിയാകില്ലെന്നും എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിനെ എന്തിന് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായൊരു ഉത്തരമില്ല. മുൻ മന്ത്രി ആയതുകൊണ്ട് ക്ഷണിച്ചു എന്നാണ് അറിവിൻ്റെ നിറകുടമായ രാജീവ് ചന്ദ്രശേഖർ സ്വയം ന്യായീകരിക്കുന്നത്. ആ കണക്കിന് എത്രയോ പേരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടി വരും. ഇനിയൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ വിളിച്ചതെങ്കിൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, CPI എന്നീ പാർട്ടികളുടെ നേതാക്കളെയും വിളിക്കേണ്ടതല്ലേ? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പ്രതികരിച്ചത് ഏറ്റവും മോശമായ രീതിയിലാണ്. മുഹമ്മദ് റിയാസിന് പരാതിയുണ്ടെങ്കിൽ അമ്മായിയപ്പനോട് പോയി പറയട്ടെ എന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കണോ എന്നും സുരേഷ് ചോദിച്ചു. മാധ്യമങ്ങളോടാണ് S. സുരേഷ് മന്ത്രി മുഹമ്മദ് റിയാസിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ പരാമർശം നടത്തിയത്. എല്ലാവരെയും ക്ഷണിക്കാൻ ഇത് കുടുംബ പരിപാടിയല്ല, പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും സുരേഷ് പറയുന്നു. മുഹമ്മദ് റിയാസിനെ പിണറായിയുടെ മരുമകനായി മാത്രം കാണുന്ന ഇടുങ്ങിയ മനസ്സിൻ്റെ ഉടമകളാണ് ഈ നേതാക്കന്മാർ. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് എന്ന കാര്യം ഇവർ മനഃപൂർവ്വം മറന്നുപോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടകനായ കൊച്ചിയിലെ ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ നടപടി കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ നിന്നും വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കി BJP അധ്യക്ഷനെ ഉൾപ്പെടുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത ഭാഗങ്ങളുടെ അടക്കം ഉദ്ഘാടനത്തിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. 5600 കോടി രൂപ ദേശീയപാതക്കായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുമുണ്ട്. പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഏകോപനത്തെ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും പലതവണ അഭിനന്ദിച്ചതുമാണ്. എന്നിട്ടും ആ പദ്ധതിയുടെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ നിന്നും വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കി BJP സംസ്ഥാന അധ്യക്ഷനെ പ്രതിഷ്ഠിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വരെ മന്ത്രി റിയാസിനെ ഒഴിവാക്കിയത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഒരു ഉളുപ്പമില്ലാതെ വിഡ്ഢിതരം വിളിച്ച് പറയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പലരും ഇദ്ദേഹത്തെ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മായിയപ്പനെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു മരുമകൻ എങ്ങനെ ഒരു അമ്മായിയപ്പനെ പറ്റിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ പറ്റിക്കപ്പെട്ട അമ്മായിയപ്പനായിരിക്കും കേരളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ ഒരു മണ്ടൻ.